വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ് സർവേക്ഷൻ 2025-26 ഭാഗമായി ശുചിത്വ മിഷൻ ശുചിത്വ കേരളം അർബൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭയിൽ നടപ്പിലാക്കുന്ന 3 ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. 5 KLD ശേഷിയുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതോടെ വടക്കാഞ്ചേരിയിലെ ദ്രവമാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. വിഭാവനം ചെയ്ത മാലിന്യമുക്ത നവകേരളം എങ്കിൽ മാലിന്യമുക്ത വടക്കാഞ്ചേരി നഗരസഭ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് കഴിഞ്ഞ ഭരണസമിതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അതിനെല്ലാം ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണം കാഴ്ചവെച്ച് തന്നെയാണ് ആ പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടുപാറ കൺവെർട്ട് സ്റ്റേഷൻ അവിടെ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രദേശം വരുന്നുണ്ട് എന്നുള്ള ആ ഭരണസമിതിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് അവിടെ നമ്മുടെ ഈ STP സ്ഥാപിക്കാമെന്നുള്ളത് നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചത്. തീർച്ചയായും അത്തരം പദ്ധതികൾക്കെല്ലാം തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ എല്ലാ മേൽനോട്ടവും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് തയ്യാറിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ്, വടക്കാഞ്ചേരി നഗരസഭ ഓഫീസ്, തലപ്പിള്ളി താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന ശശി, ഷീല മോഹനൻ, ധന്യ നിതിൻ, വിവിധ ഡിവിഷണൽ കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, ആരോഗ്യ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ, നിർമ്മാണ ഏജൻസിയായ HECS പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.